അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹബീബായ മുത്തുബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാൾക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ കാര്യം എന്താണെന്ന് അറിയാം? മുത്തുബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ നിസ്കാരം കഴിഞ്ഞിട്ട് വളരെ ധൃതിപ്പെട്ടുകൊണ്ട് നിസ്കാരം കഴിഞ്ഞ ഉടനെ ദുആ ചെയ്യുന്നുണ്ട്. ഹബീബായ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞ്, നിസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്യുന്ന സമയത്ത്, അപ്പോൾ ദുആ ചെയ്യുകയാണെങ്കിലും ഈ സന്ദർഭം വിശദീകരിക്കുമ്പോൾ പറയാണ്, ഹബീബായ മുത്തുബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വ്യക്തിയുടെ അടുത്ത് ചെന്നിട്ട് പറയാണ്, നിസ്കാരം കഴിഞ്ഞ ഉടനെ ദുആ ഒക്കെ ചെയ്യുമ്പോൾ എന്തിനാ ആദ്യം ഹംദ് പറയണം, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തും ചൊല്ലിയിട്ട് വേണം ദുആ തുടങ്ങേണ്ടത്. നമ്മളൊക്കെ അങ്ങനത്തെ അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങുന്നത്. അപ്പം ഇങ്ങനെ ദുആ ചെയ്യുമ്പോൾ ആ ദുആക്ക് ഇജാബത്തുണ്ട്. ദുആ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് എന്ത് ചോദിക്കുകയാണെങ്കിലും അതിന് ഇജാബത്തുണ്ട് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആക്ക് ഇജാബത്തുള്ള ആ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ദുആ ചെയ്യാം. അബൂദാവൂദ് നോക്കിയാൽ കാണാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ മനസ്സിലുള്ള മുറാദുകളൊക്കെ ഹാസിലാക്കി തരുമാറാകട്ടെ. ആമീൻ. അപ്പോൾ എല്ലാം പരമാവധി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഇൻഷാ അല്ലാഹ്.